ഗൈസ് അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും എന്ത് പറയുന്നു? അപ്പൊ ദോശയൊക്കെ കഴിച്ചിട്ടില്ല, നല്ല എനർജിയിൽ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. പക്ഷെ സ്വരം കേട്ടിട്ട് എനിക്ക് മനസ്സിലാണില്ലല്ലോ ഞാൻ തന്നെയാണ് കേട്ടോ സേഫു. പിന്നെന്തുണ്ട് എല്ലാവർക്കും സുഖല്ലേ? ഹാപ്പി സൺഡേ അല്ലേ? അപ്പോൾ സൺഡേ സ്പെഷ്യൽ എന്താണെന്ന് എൻ്റെ ഫാമിലി ഫ്രണ്ട്സോളം എന്നോട് ചോദിക്കണേ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റൈലിൽ ബിരിയാണി വെച്ച് തരാം കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കിക്കോളി. ഇതേമാതിരി ഞാനും അറിയാതെ പഠിച്ചു വന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പഠിച്ച് എക്സ്പീരിയൻസ് ആയിട്ടോ. ഇപ്പോൾ ആര് ബിരിയാണി ഒക്കെ പറഞ്ഞാൽ ഒന്നിനും പേടില്ല കേട്ടോ. കുറച്ച് ഇല്ലാതെ ഇട്ടിട്ട് കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുന്ന ബിരിയാണി എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ എന്നെ സ്കിപ്പ് ചെയ്യാൻ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണണം, ലാസ്റ്റ് വരെ കാണണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. എന്തൊക്കെ എങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. എൻ്റെ സ്വരമില്ല കേട്ടോ, ചിലപ്പോഴൊന്നും ലൈവ് അതും കൂടി പറഞ്ഞു. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നല്ല പശുവിൻ്റെ നെയ്യാണ് കേട്ടോ, മിൽമ നെയ്യ്. പട്ട, ഗ്രാമ്പു, ഏലക്ക, പൂവ്. ഇല ഓരോ ഇല എടുത്താൽ മതി കേട്ടോ. എൻ്റെ ഇല പൊട്ടിപ്പോയതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കിടക്കണേ. വെല്ലുള്ളി ആവശ്യത്തിന്. മസാല കൂടുതൽ മസാല ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും സാധനങ്ങൾ എടുക്കുക. എനിക്ക് മസാല ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര എടുത്തിട്ടുള്ളത്. ഞാൻ 1.5 കിലോ അരിക്കാണ് കേട്ടോ ഇത്. ഇതാ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി. ഇത് അറിയാലോ, ബിരിയാണിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ബിരിയാണിൻ്റെ മേലെ നമ്മളിങ്ങനെ വിതറൂലേ, അതാണ് കേട്ടോ വെല്ലുള്ളി. നല്ല ചുവപ്പ് കളർ വരുന്ന മാതിരി വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മുകളിലോട്ട് വിതറാനാണ് അണ്ടിപ്പരിപ്പ്, മുന്തിരി. ചിക്കൻ വറുത്തത് കേട്ടോ. ചിക്കൻ വറുക്കണതിൻ്റെ മുമ്പ് ഇതും കൂടി വറുത്ത് നമ്മൾ പാത്രത്തിലോട്ട് സെറ്റാക്കി വെച്ചാൽ അത് നമുക്ക് ഈസി ആവും കേട്ടോ. അങ്ങനെ ഇതാ മല്ലിച്ചപ്പ്, പുതിന, മല്ലിച്ചപ്പ്, തൈര്, നാരങ്ങ 1 കേട്ടോ. വലിയ നാരങ്ങ 1, ചെറിയ നാരങ്ങ 2. പിന്നെ ബിരിയാണി മസാല, പിന്നെ മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ നെയ്യ് കേട്ടോ. നെയ്യ് അറിയാലോ. അങ്ങനെ അതിലോട്ട് ഈ പട്ട, ഗ്രാമ്പു, ഏലക്ക, പൂവ് എല്ലാം കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇളക്കുക. അങ്ങനെ ഇതാ ഇത് കരിയനുണ്ട് കേട്ടോ. അപ്പം നമുക്കിതാ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചത് എങ്ങനെയെന്ന് അറിയാലോ. ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. 1.5 കിലോ അരിക്ക് 9 ഗ്ലാസ് വെള്ളം കേട്ടോ. 8.5 ഗ്ലാസ്സാണ് വേണ്ടത്. 9.5 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സാൾട്ട് ഇടണം കേട്ടോ. സാൾട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അങ്ങനെ അത് തിളച്ച് വരുമ്പോഴേക്കും മൂടി വെച്ചിട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഉള്ള പരിപാടി തുടങ്ങാം കേട്ടോ. അങ്ങനെ ചിക്കൻ പൊരിച്ച എണ്ണയ്ക്ക് നമ്മൾ വലിയ ഉള്ളി ഇടണട്ടാ. അതിലേക്ക് കുറച്ച് സാൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കട്ടോ. അങ്ങനെ നന്നായിട്ട് വാടാനൊന്നും നിൽക്കണ്ട കേട്ടോ. കുറച്ച് ഇങ്ങോട്ട് ആ പച്ചമണം പോയതും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതൊന്ന് വാടിയതിൻ്റെ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ അങ്ങനെ ഇതാ പച്ചമുളക് ഇട്ടിട്ടാ. അങ്ങനെ ഇതാ ഏറെക്കുറെ വാടി തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. വാടി തക്കാളിയും കൂടി ഇട്ടെടുത്ത് അങ്ങനെ ഇതാ കുതിർത്തി വെച്ച അരിയാണ് കേട്ടോ. വെള്ളം തിളച്ചോണ്ടിരിക്കും. കുറച്ച് നാരങ്ങ കേട്ടോ, കുറച്ച് പകുതി. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ നാരങ്ങ ഒഴിക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ.
അപ്പം നമുക്ക് മസാലകൾ ഇടട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി കുറച്ചിട്ടാൽ മതി കേട്ടോ. കാരണം പച്ചമുളക് ഇട്ടതല്ലേ. മുളകും പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ടിട്ട്, മഞ്ഞൾപ്പൊടി ചിക്കനിലുണ്ടല്ലോ, ഗരം മസാല, ബിരിയാണി മസാല, ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ബാക്കി ചെറുനാരങ്ങ, കുറച്ച് തൈര് കേട്ടോ, കുറച്ച് തൈര്, പുതിന, മല്ലിച്ചപ്പ്, ഇതിന് വേണ്ടപ്പെട്ട ഒരു സാധനം കൂടി ഉണ്ട് കേട്ടാ. ഇതാ ചിക്കൻ പൊരിച്ച് വെച്ച ചിക്കൻ കേട്ടോ. അങ്ങനെ ഇതാ കുറഞ്ഞ തീയിൽ വെക്കുക കേട്ടോ. കുറഞ്ഞ തീയിൽ വെക്കുക. അപ്പോഴേക്കും ഇതാ ഇതിനെ കുറച്ച് ദമ്മിടാനുണ്ട്. ഇതിനൊന്ന് മൂടി വെക്കണം. ഒന്നും നന്നായിട്ട് തിളച്ചിട്ട് അരി ഉടഞ്ഞുടനെ ഒരു 5 മിനിറ്റ് ഇതിനെ നമുക്ക് മൂടി വെക്കാം കേട്ടോ. കയ്യിൽ ഫോണാണ് കേട്ടോ. അപ്പോൾ ആയിട്ടില്ല കേട്ടോ. പകുതി മുക്കാൽ വന്നിക്കണം കേട്ടോ റൈസ്. അതിന് ഇതിലോട്ട് അങ്ങോട്ട് കൊട്ടാണ് കേട്ടോ. അണ്ടിപ്പരിപ്പും മുന്തിരി ഉള്ളി വാട്ടിയതും അതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മൾ എടുത്തു വെച്ച പുതിനയില, അത് തീയവിടെ മല്ലിച്ചപ്പൂ, കുറച്ച് ബിരിയാണി മസാല ഇട്ടോ. ബിരിയാണി മസാല ഇട്ടു. എന്നിട്ട് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇത് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ബിരിയാണി ഇതാ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ബിരിയാണി. അപ്പം അതിനെങ്ങനെ മിക്സ് ആക്കട്ടെ കേട്ടോ. അപ്പോഴേക്ക് ചിക്കൻ ഇതാ അവിടെ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ സ്പെഷ്യല്, സൺഡേ സ്പെഷ്യല് നല്ല ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചത്, പിന്നെ തൈര് കേട്ടോ. അപ്പോൾ ഇത് കൂട്ടിയിട്ട് പിടിക്കണ്ടേ. അങ്ങനെ ഇതാ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ആ ചിക്കൻ ബിരിയാണി അയ്യോ അപ്പം ഇന്നത്തെ സ്പെഷ്യല് നല്ല ചിക്കന് പൊരിച്ചതും തൈരും ചിക്കൻ ബിരിയാണിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കട്ടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ, ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താ, എനിക്ക് ഇതാണ് കേട്ടോ സ്പെഷ്യല്. ഞാൻ വെച്ചോണ്ട് പറയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്.
ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തൊണ്ട സ്പെഷ്യൽ ഇത്രയൊക്കെ ഉള്ളൂ, സ്വരമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണി വെക്കാൻ അത്ര ഈസി ആയിട്ടുള്ളൊരു വിഷയമാണ്. ടെൻഷൻ അടിക്കണം സത്യം പറഞ്ഞാൽ ബിരിയാണി വെക്കുമ്പോൾ. നമുക്ക് എന്താണ് നമുക്ക് അളവിന് ഇങ്ങനെ ഇട്ടിങ്ങനെ വെച്ചാൽ മതി. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കി ബിരിയാണി ഒരിക്കലും കേടുവരില്ല. ഏതാ അറിയാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് വെക്കാൻ ഐറ്റംസ്. ആ ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം ഒന്ന് വാട്ടിയാൽ മാത്രം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചി ചൂരൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇത് മാത്രം വെച്ചിട്ട് ഇങ്ങനെ കഴിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോസ് കാരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.